ഇപ്പോൾ നാം ചൊല്ലിയ പ്രാർത്ഥന കൂടുതൽ കൂടുതൽ ആളുകൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് കുറച്ച് ആളുകൾ മാത്രമേ ദൈവമേ കാത്തുകൊള്ളുകെന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിരുന്നുള്ളൂ. ഇപ്പോൾ നാം ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥന സമയത്ത് നോക്കുമ്പോൾ എല്ലാവരുടെയും ചൂണ്ടനങ്ങുന്നുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ പോലും. അതിൽ കൊച്ചു കുഞ്ഞുങ്ങളും ഏറ്റു ചൊല്ലുന്ന കാണുമ്പോഴാണ് നമുക്ക് വരും കാലത്തെ പറ്റി ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത്. കുഞ്ഞ് അതിന്റെ അർത്ഥമൊന്നും ഇപ്പൊ അറിയണമെന്നില്ല, അമ്മ ചൊല്ലുന്ന കേൾക്കുമ്പോൾ കുഞ്ഞും ചൊല്ലുന്നു. അനേക രാജ്യങ്ങളിൽ നിന്നാണ്, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും പൗരസ്ത്യ രാജ്യങ്ങളിൽ നിന്നും പഠിതാക്കൾ ഗുരുകുലത്തിൽ വരാറുണ്ട്, ഇപ്പോഴും വന്നിട്ടുണ്ട്. പിന്നെ മലയാളികൾ ചേർന്നിരുന്ന ദൈവമേ കാത്തുകൊള്ളുക എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഇറ്റാലിയന്മാരും ജർമ്മൻകാരും ഡച്ചുകാരും എല്ലാം അതുപോലെ നമ്മെപ്പോലെ തന്നെ അവരും ചൊല്ലുന്നുണ്ട്. ചില മലയക്കാരും ചില ചീനക്കാരും ഇതേ പ്രാർത്ഥന തന്നെ ചൊല്ലാറുണ്ട്. ഈ പ്രാണൻ പോയി എല്ലാ ജീവജാലങ്ങളിലേക്കും പ്രവേശിക്കുന്നത് പോലെ ഗുരു നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രാർത്ഥനയും അനേകം ഹൃദയങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ കാണപ്പെടാത്തതായ ഗുരു കാണുന്ന ഗുരുവിനേക്കാളും അധികം ഹൃദയസ്പർശിയായി തോന്നിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇങ്ങനെയുള്ള ഈ മഹാഗുരുക്കന്മാരെയും നമ്മെയും നാം മനസ്സിലാക്കണം. നമ്മളുടെ സ്വഭാവം, പെരുമാറ്റം, അന്വേഷണം ഇതെല്ലാം ഈ മഹാഗുരുക്കന്മാരുടേതിൽ നിന്ന് വ്യത്യാസമാണ്. ശ്രീനാരായണ ഗുരുദേവ കൃതികളിൽ രണ്ട് ശ്രദ്ധേയമായ കൃതികളുണ്ട്. അതിലൊന്ന് മുനിചര്യ പഞ്ചകമാണ്, വേറൊന്ന് നിർവൃത്തി പഞ്ചകമാണ്. മുനിചര്യ പഞ്ചകം വായിക്കുമ്പോഴും നിർവൃത്തി പഞ്ചകം വായിക്കുമ്പോഴും വായനക്കാരൻ ഓർമ്മിച്ചേക്കാവുന്നത് രമണ മഹർഷിയെയും നാരായണ ഗുരുവിനെയുമാണ്. ഈ രണ്ടും എഴുതാൻ ശ്രീനാരായണ ഗുരുവിന് പ്രചോദനം നൽകിയിട്ടുള്ളത് സന്ദർഭവശാൽ ഗുരുവിന്റെ യാത്രകളിൽ തിരുവണ്ണാമല പോകുവാനിടയായതും മഹർഷിയെ കാണുവാനിടയായതുമാണ്. മുനിചര്യ പഞ്ചകത്തിൽ ഏതാണ്ടൊരു സംക്ഷിപ്തമായി കൊടുത്തിരിക്കുന്നത് രമണ മഹർഷിയുടെ ജീവചരിത്രം തന്നെയാണ്. എന്നാൽ അതേ ജീവചരിത്രം തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ എന്ന് നമുക്ക്
ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളതിൽ നിന്നും ഗുരു പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതിൽ നിന്നും ഊഹിക്കാം. മുനിചര്യ പഞ്ചകത്തിൽ ഒരു മഹാജ്ഞാനിയെ വർണ്ണിച്ചിരിക്കുന്നത് യാതൊരുവനാണോ അവന്റെ മടക്കിയ കൈ തലേണയായി തീരുന്നത്, രമണ മഹർഷി സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാഠങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വീട് വിട്ട് ഓടി. അപ്പോൾ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങാൻ അദ്ദേഹത്തിന് ഭൂതലമല്ലാതെ വേറെ ഒരു കിടക്ക ഉണ്ടായിരുന്നില്ല. ഗുരുവിനും അങ്ങനെ തന്നെയായിരുന്നു. ആ ഭൂമിയിൽ കിടക്കുമ്പോൾ തലേണയൊന്നുമില്ലായിരുന്നു. സ്വന്തം കൈ തന്നെ മടക്കി അതിൽ തന്റെ തല വെച്ചുകൊണ്ടാണ് ഉറങ്ങിയിട്ടുള്ളത്. അവരുടെ ഒക്കെ ജീവിതത്തിന്റെ ആദ്യകാലം നോക്കുമ്പോൾ ആരും അവരെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ അവർ ജീവിതത്തിൽ കിട്ടിയ സ്വാതന്ത്ര്യത്തെ ദൈവത്തിന്റെ ഒരു സമ്മാനമായിട്ടാണ് കരുതിയിട്ടുള്ളത്. അതിൽ അവർ സന്തുഷ്ടരാകുന്നതല്ലാതെ എനിക്ക് കിടക്കാനിടമില്ലല്ലോ, തലയ്ക്ക് വയ്ക്കാൻ തലയണയില്ലല്ലോ, എന്നെ ആരും സൽക്കരിക്കുന്നില്ലല്ലോ, ഇങ്ങനെ ഒന്നും ഓർത്ത് വ്യസനിച്ചിട്ടില്ല. വ്യസനമില്ലാതെ തന്നെ അവർ ഒരു നേർവഴിയിൽ നടന്നുകൊണ്ടിരുന്നു. അവസാന കാലമാവുമ്പോൾ ഈ മഹാത്മാക്കൾ എവിടെയെങ്കിലും നടന്ന് അവരുടെ കാലിലെ പൊടി ഒരു വീട്ടിന്റെ ഉമ്മർത്ത് പറ്റിയാൽ ആ വീട്ടുകാർ വിചാരിക്കും അവർ മഹാധന്യരായി. ഇങ്ങനെ ഒരാളുടെ പാദം നമ്മളുടെ വീട്ടിൽ സ്പർശിച്ചല്ലോ, ആ പാദത്തിലുള്ള പൊടിയുടെ വീണിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതൊരു പുണ്യഭൂമിയായി തീർന്നിരിക്കുന്നു എന്ന് അവർ പോയിടത്തുള്ള ജനങ്ങളൊക്കെയും വിശ്വസിക്കുന്നു. നമ്മൾ ലോകത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ആരൊക്കെയാണ് നമ്മെ കടന്നു പോകുന്നത്, ഏത് പ്രദേശത്താണ് എത്തിയിരിക്കുന്നത്, അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ്, ജനങ്ങൾ എങ്ങനെ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നു, അവരെന്ത് കഴിക്കുന്നു, അവർ തമ്മിൽ മത്സരം ഉണ്ടെങ്കിൽ എന്താണ് ആ മത്സരം, ചങ്ങാത്തം പിടിക്കുന്നെങ്കിൽ എന്താണ് ചങ്ങാത്തം, ഇതൊക്കെ അറിയുന്നതിന് നമുക്ക് താല്പര്യമാണ്. എന്നാൽ മുനിചര്യ പഞ്ചകത്തിലും നിർവൃത്തി പഞ്ചകത്തിലും പറയുന്നതായ ആ രണ്ട് മാതൃകകളെ എടുക്കുമ്പോൾ അവർ ബഹിർമുഖരല്ല, അവർ വെളിയിലേക്ക് നോക്കിയല്ല ജീവിക്കുന്നത്, ആത്മാവിലേക്ക് നോക്കിയാണ് ജീവിക്കുന്നത്. ഒരു വഴിയിൽ കാണുന്നവരോടല്ല സംവാദം നടത്തുന്നത്. അവർ കാണുന്നത് ദൈവത്തെയാണ്, അവരുടെ വാക്കുകൾ പറയുന്നത് ദൈവത്തോടാണ്, അവരുടെ ജീവിതത്തിൽ അവർ കൂട്ടുകാരനായി കരുതിയിട്ടുള്ളതും ദൈവത്തെയാണ്. അങ്ങനെ ഈ
ദൈവ സാന്നിധ്യത്തിൽ പൂർണ്ണമായി സ്വയം മറന്ന് ജീവിച്ചിരുന്ന ആ മഹാത്മാക്കളിൽ നിന്ന് വളരെ ദൂരത്താണ് നാം സാധാരണ ജീവിച്ചു പോരുന്നത്. എന്നാൽ നമുക്ക് അറിയണ്ടേ ഈ മഹാത്മാക്കൾ എങ്ങനെ മഹാത്മാക്കളായി? അവരെന്തുകൊണ്ട് ഇത്രയധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു? എന്തുകൊണ്ട് എപ്പോഴും അവർ മോദസ്ഥിതരായി തന്നെ കഴിയുന്നു? ചിലപ്പോൾ അത് നമ്മെ സഹായിച്ചേക്കും. ഇത് ഇന്ത്യയിലുണ്ടായിരിക്കുന്ന രണ്ടാളുകളാണല്ലോ, രമണ മഹർഷി, ശ്രീനാരായണ ഗുരു. മറ്റു ഭൂവിഭാഗങ്ങളിലും അങ്ങനെയുള്ളവരുണ്ടായിരുന്നിട്ടില്ലേ? നിശ്ചയമായിട്ടും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു രാജകുമാരൻ ഒരിക്കൽ വീട് വിട്ട് സത്യാന്വേഷിയായി പലയിടത്തും പരതി നടന്നു, സത്യം തേടി നടന്നു. അദ്ദേഹം വേദനിപ്പിക്കുന്ന പലതിനെയും കണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നോട്ടം ആ വേദനയിൽ നിന്ന് ഒഴിഞ്ഞ് പോകാനിടമുണ്ടോ എന്നായിരുന്നു. ഒരാളുടെ കയ്യിലിരിക്കുന്ന ഒരു സൂചി അല്ലെങ്കിൽ ദൂശി കയ്യിൽ നിന്ന് വൈക്കോലിനിടയിൽ വീണുപോയി എന്നിരിക്കട്ടെ. അയാൾക്കറിയാം അത് ദൂരെയൊന്നും ആയിരിക്കാനിടയില്ല. ഞാൻ ഈ വൈക്കോലിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് അത് താഴെ വീണത്. എന്നാൽ നോക്കുമ്പോൾ കണ്ണിൽ വ്യക്തമായിട്ട് കാണുന്നത് 100 വൈക്കോലുകളാണ്. അതിലൊന്നിലും ശ്രദ്ധ വരുന്നില്ല. എൻ്റെ സൂര്യയോടെ ഇപ്പൊ കാണപ്പെടുന്നതിനെല്ലാം ഓരോന്നായിട്ട് ത്യജിച്ച് ഇതല്ല 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 എന്ന് ത്യജിച്ച് താൻ കാണാൻ ആഗ്രഹിക്കുന്നതായ സൂര്യയെ പറ്റി മാത്രം ഓർത്തുകൊണ്ട് അന്വേഷിക്കുകയാണ്. അതുപോലെ നാം ദുഃഖിതരായിരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം സന്തോഷകരമാണെന്ന് കരുതിയ ആളുകൾ തന്നാലും നാം അത് നോക്കിയിട്ട് ഇതല്ല ഞാൻ അന്വേഷിക്കുന്നത്. എൻ്റെ അന്വേഷണം സമാധാനമാണ്, സന്തോഷമാണ്, സ്നേഹമാണ്. ഈ അമൂല്യം ആയിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒന്നിനെ നാം തേടുമ്പോൾ മറ്റെല്ലാം നമ്മുടെ കണ്ണിന് മുമ്പിൽ നിന്നാലും നമുക്കതൊന്നും സത്യമായി തോന്നുകയില്ല. നമ്മുടെ ഇടയിൽ തന്നെ എല്ലാം കണ്ടറിഞ്ഞ മഹാത്മാക്കളുണ്ട്. അവരെന്ത് കണ്ടറിഞ്ഞ് മഹാത്മാക്കളായോ അതിനെ കണ്ടിട്ടില്ലെങ്കിലും അതിനെ തേടുന്നവർ നമ്മളുടെ ഇടയിലുണ്ട്. പിന്നെ അനേകം പേർ ജീവിതത്തിന് ഇങ്ങനെയുള്ള എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് പോലും അറിയാതെ ദൈനംദിന ജീവിതത്തിൽ മുഴുകി ജീവിക്കുന്നുണ്ട്. അവരുടെ കുറ്റമാണ്, അവരുടെ കുറ്റമല്ല. സാഹചര്യം അവരെ അങ്ങനെ ആക്കിയിരിക്കുന്നു. നാം ഇന്ന് ഗുരുദേവന്റെ സ്നേഹവായ്പിൽ നമ്മുടെ ഹൃദയം മുങ്ങി അതിൻ്റെ കുറച്ചുകൂടി പ്രകാശവത്തായിട്ടുള്ള അനുഭവത്തെ കൂടുതൽ ഇനിമയോട് രുചിച്ചു നോക്കുവാനൊരു അവസരം നോക്കിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3 തരം ആളുകളെയും നാം വേറെ വേറെ മനസ്സിലാക്കണം. ഓരോന്നൊന്നും അറിയുന്നില്ല എന്നവൻ അറിയുന്നുമില്ല.
ഇതൊരു സാധാരണക്കാരന്റെ സ്ഥിതിയാണ്. അറിയുന്നില്ലെന്ന് അറിയുന്നില്ല. വേറെ ചിലർ അറിയുന്നില്ല, അറിയുന്നുണ്ടെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. തനിക്ക് അറിവില്ലെന്നറിയാം, അറിവെവിടെ ഇരിപ്പുണ്ടെന്നറിയാം, അത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരന്വേഷകരാണ്. വേറെ ചിലർ അറിഞ്ഞെങ്കിലും അറിഞ്ഞെന്ന് അവരറിഞ്ഞിട്ടില്ല. ഇപ്പൊ സമാനമായിട്ടുള്ള അറിവ് ലഭിച്ച ഒരാൾ അയാളോട് പറയണം, നീ ഇപ്പൊ തന്നെ അറിഞ്ഞിരിക്കുന്നു, നീ ഒന്ന് കണ്ണു തുറന്നാൽ മാത്രം മതി. നീ കണ്ണടച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്, കണ്ണു തുറന്നത് നിനക്ക് എപ്പോഴറിയാം, നീ അറിഞ്ഞവനാണ്. പിന്നെ അതിനപ്പുറത്ത് അറിവുണ്ടായിരിക്കുന്നുവെന്നറിഞ്ഞു. ആ അറിവ് മഹത്തായ അറിവാണെന്ന് മനസ്സിലാക്കി ഭഗവാൻ ബുദ്ധൻ അങ്ങനെയുള്ള ഒരാളാണ്. അദ്ദേഹം വളരെ കാലം അറിയാൻ കാത്തതാണ്, അറിയാതെ കഴിഞ്ഞു. അവസാനം അറിവുണ്ടായപ്പോൾ ഒരു സംശയം വന്നുകൂടി, ഞാൻ ഈ അറിഞ്ഞത് അറിവ് തന്നെയാണോ? ഇത് വേറൊരാളോട് പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് പ്രയോജനപ്പെടുമോ എന്നിങ്ങനെ. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ വലിയൊരു മഹാത്മാവ് വന്നിട്ട് പറഞ്ഞു, ഗൗതമ, നീ എല്ലാം അറിഞ്ഞിരിക്കുന്നു. നിനക്ക് മറ്റുള്ളവരുടെ ഉള്ളിലും ഈ വെളിച്ചം കൊണ്ടുവരാൻ കഴിയും. നീ സംശയിക്കാതെ നീ നിന്റെ അറിവിനെ പ്രഖ്യാപനം ചെയ്തു തുടങ്ങും. അപ്പോഴാണ് ബോധഗയയിൽ അദ്ദേഹം തന്റെ ധർമ്മചക്ര പ്രവർത്തനം ചെയ്തു തുടങ്ങിയത്. ഇതുപോലെ ഗുരുദേവ കൃതിയിൽ നാം ഒരിടത്ത് വായിക്കുന്നു, ചിലർ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്നു, ചിലർ ശാരീരികമായ ക്ഷീണം കൊണ്ട് എണീക്കാൻ വയ്യാതെയും ചിന്തിക്കാൻ വയ്യാതെയും കിടക്കുന്നു. ദീനം പിടിച്ചോ, മധുര അത് കുടിച്ചോ എന്നാണ് ഗുരു അവരെ പറ്റി എടുത്തു പറയുന്നത്. അവരെ ഉണർത്തണം. സ്വർഗത്തിൽ പോകുന്നതും ആത്മീയമായിട്ട് അമൃതം നുണയുന്നതും ഒക്കെ പിന്നെ ആവട്ടെ, തൽക്കാലം ഈ ഉറങ്ങിക്കിടക്കുന്നവരെ ഒന്ന് ഉണർത്തണം. ഈ കുടിക്കുന്നവരിൽ നിന്ന് അവരുടെ പാനപാത്രങ്ങൾ വിഷമാണെന്ന് അറിഞ്ഞ് അടുത്ത് മാറ്റിക്കളയണം. ക്ഷീണിച്ചു നിൽക്കുന്നവർക്ക് കുറച്ചും കൂടെ ഊർജം പകർന്നു കൊടുത്ത് ഞാൻ ജീവിക്കുന്നു എന്നുള്ള ബോധം അവനിലുണ്ടാക്കണം. അപ്പൊ അങ്ങനെ ഉള്ള ഒരവസ്ഥയിലാണ് നമുക്ക് ഗുരുവിന്റെ നേർക്കേക്ക് തിരിയുന്നത്. ഒരു 4-5 ദിവസത്തിന് മുമ്പ്, അതായത് കഴിഞ്ഞ 30-ാം തീയതി 11 മണിക്ക് കേരള ഗവർണറെ ഞാൻ കണ്ട ഗുരുദേവ കൃതികളുടെ ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഇന്ത്യ രാജ്യത്ത് എത്രയോ 1000 വർഷത്തെ സാംസ്കാരികമായിട്ടുള്ള വികാസം ഉണ്ടായിട്ടും ഒരു സാധാരണ മനുഷ്യന്റെ ജീവിത ദുഃഖത്തിൽ നിന്നും അവനെ വിടർത്തി അവന് സ്പഷ്ടമായ ഒരു മാർഗം കാണിച്ചു കൊടുക്കുക ശ്രീനാരായണ ഗുരുവിന് മാത്രമേ തോന്നിയിട്ടുള്ളല്ലോ. അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ പറയാണ്, ശ്രീ ശങ്കരന് പോലും അങ്ങനെ തോന്നിയില്ലല്ലോ. അതങ്ങനെ ഒന്ന് പൊയ്ക്കോട്ടെന്നോ, ഗുരു നമുക്ക് കാണിച്ചു തന്ന ഈ മാർഗം ഒരു പൈലറ്റായിരുന്ന ഒരു മനുഷ്യൻ ശത്രു രാജ്യത്തിൽ വെടിവെച്ച് വീഴ്ത്തപ്പെട്ട വിമാനത്തിൽ നിന്നും പുറത്തു വന്നു. അദ്ദേഹം ആ രാജ്യത്തെ ജയിലറയിൽ അടയ്ക്കപ്പെട്ടു.
അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം ആലോചിച്ചു. തനിക്ക് യുദ്ധകാലത്തിൽ നൽകിയിരുന്ന നിയോഗം തന്റെ വിമാനത്തിനകത്ത് നിറയെ ബോംബുകളും നിറച്ചുകൊണ്ടുപോയി ഓരോരോ വലിയ നഗരങ്ങളുടെ കാതലായ സ്ഥാനത്ത് ഓരോ ബോംബെറിയുക. അത് ബോംബെറിഞ്ഞിട്ട് തന്നെ ദൂരക്കണ്ണാടി വെച്ച് എങ്ങനെ നോക്കും എന്ത് സംഭവിച്ചു. തീ ആളി കത്തുന്നു, കെട്ടിടങ്ങൾ തവിടുപൊടിയായി വീഴുന്നു, റോഡിലെല്ലാം കയ്യും കാലും മുറിഞ്ഞ് മനുഷ്യർ കിടക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, ഇത് ഞാൻ ചെയ്യണോ? ഈ രാജ്യം എനിക്കറിയാൻ പാടില്ലാത്ത രാജ്യമാണ്. അവിടെ ആര് ജീവിക്കുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തിനു വേണ്ടി ഈ ബോംബ് അവരുടെ തലയിലെറിഞ്ഞു? എന്നോട് ഒരു ദോഷവും ഒരിക്കലും, എന്നോടാകട്ടെ എൻ്റെ രാജ്യത്തിനോടാകട്ടെ ഒരിക്കലും ദോഷം ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ തല പൊട്ടിയത് അവിടെ കിടക്കും, ചത്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാർ നഷ്ടപ്പെടുന്നു, വീടില്ലാത്തതായിത്തീരുന്നു. ഇത് ഞാൻ എന്തിനു ചെയ്യുന്നു? അപ്പൊ അദ്ദേഹത്തിന് തോന്നിയത്, ഇനി ബോംബിടുന്നതിന് പകരം ആ പട്ടണത്തിലേക്ക് തന്നെ തന്റെ വിമാനത്തെ താഴോട്ട് കൊണ്ടുവരിക. അപ്പോൾ വൈദേശികമായ ഒരു വിമാനം തങ്ങളുടെ രാജ്യത്ത് പട്ടണത്തിലേക്ക് വരുന്ന കണ്ടപ്പോൾ വെടിവെച്ചു വിമാനം താഴെ. അദ്ദേഹം അതിനകത്ത് നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ അപ്പോഴേക്കും അമേരിക്കയും ഫ്രാൻസും എല്ലാ ഐക്യകക്ഷികളായതുകൊണ്ട് തൽക്കാലം ആരും ഒന്നും ചോദിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിന് തോന്നി, ഇതല്ല, ഇത് ലോകത്തോട് പറയാം. മനുഷ്യരിങ്ങനെ ചിതറി ജീവിക്കരുത്, ഒന്നായി ജീവിക്കണം. അദ്ദേഹം പാരീസിലുള്ള അമേരിക്കൻ എംബസിയിലേക്ക് കടന്നു ചെന്നു. പറഞ്ഞു, സാർ, ഞാനൊരു അമേരിക്കൻ പാസ്പോർട്ട് കൊണ്ടുവന്നാണ്. ഇനി എനിക്കതിലൊരു വിലയും കാണാൻ കഴിയുന്നില്ല. ഞാൻ മനുഷ്യരെ മാത്രം കാണുന്നു. ഞാൻ എന്തിനു വേണ്ടി ഈ ബോംബ് അവരുടെ തലയിലെറിഞ്ഞു? എന്നോട് ഒരു ദോഷവും ഒരിക്കലും, എന്നോടാകട്ടെ എൻ്റെ രാജ്യത്തിനോടാകട്ടെ ഒരിക്കലും ദോഷം ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ തല പൊട്ടിയത് അവിടെ കിടക്കും, ചത്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാർ നഷ്ടപ്പെടുന്നു, വീടില്ലാത്തതായിത്തീരുന്നു. ഇത് ഞാൻ എന്തിനു ചെയ്യുന്നു? അപ്പൊ അദ്ദേഹത്തിന് തോന്നിയത്, ഇനി ബോംബിടുന്നതിന് പകരം ആ പട്ടണത്തിലേക്ക് തന്നെ തന്റെ വിമാനത്തെ താഴോട്ട് കൊണ്ടുവരിക. അപ്പോൾ വൈദേശികമായ ഒരു വിമാനം തങ്ങളുടെ രാജ്യത്ത് പട്ടണത്തിലേക്ക് വരുന്ന കണ്ടപ്പോൾ, പിന്നെ അദ്ദേഹം പുറത്തു വന്നപ്പോൾ, യുദ്ധമെല്ലാം തീർന്നപ്പോൾ ഈ വിഷയത്തെ പറ്റി കൂടുതൽ ചിന്തിച്ചു. ലോകം ഒന്നല്ലേ? ലോകം ഒന്നാണ്. മനുഷ്യനൊന്നല്ലേ? മനുഷ്യനൊരു ഒറ്റ സമുദായമല്ലേ? പിന്നെ അതിൽ തന്നെ ഇങ്ങനെ ബോംബെറിയുവാൻ നിയോഗിച്ച രാജ്യത്തേക്ക് തിരിച്ചു പോകണം അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അമേരിക്കക്കാരനാണ്. അമേരിക്കയാണ് ജർമ്മനിയിലേക്ക് ബോംബെറിയാനായിട്ട് ഇദ്ദേഹത്തെ വിട്ടത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. തന്റെ കൈവശം വേറെ പാസ്പോർട്ടൊന്നുമില്ല അമേരിക്കയുടേതല്ലാതെ. എവിടെയെല്ലാം ഞാൻ ബോംബെറിഞ്ഞോ അവിടെ പോയി എന്തെല്ലാം നാശനഷ്ടം ഉണ്ടായോ അതിന് പരിഹാരം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ബോംബേറ് കഴിഞ്ഞ് കൊണ്ട് കൈയും കാലും പോയിട്ടുള്ളവരെ ഞാൻ പോയി ശുശ്രൂഷിക്കട്ടെ. പൊട്ടിപ്പോയ പള്ളികളെല്ലാം ഞാൻ തിരികെ പണിതു കൊടുക്കട്ടെ. അവർക്കത് തീരെ ഇഷ്ടമായില്ല. ഭ്രാന്തൻ. ഉടനെ തന്നെ സൈക്യാട്രിസ്റ്റുകളെ വിളിപ്പിച്ച് ഭ്രാന്തൻ എന്ന് മുദ്ര ഒത്തിച്ചു. ഒരു കപ്പലിൽ കയറ്റി, നിന്റെ പഴയ വീട്ടിലേക്ക്, അമേരിക്കയിലേക്ക് തന്നെ പോകും.
കപ്പൽ കുറച്ച് പോയപ്പോൾ അയാൾ പറഞ്ഞു, ഒരു മനുഷ്യൻ എങ്ങോട്ട് പോകണമെന്ന് അയാളല്ലേ തീരുമാനിക്കേണ്ടത്. വേറെ ആരെങ്കിലും നിർബന്ധിച്ചെന്ന് വിചാരിച്ച് എൻ്റെ മനസ്സ് പോകുമോ ലക്ഷ്യമല്ലാത്തിടത്തേക്ക്? എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇപ്പൊ ചെയ്യാവുന്നത് കപ്പലിന്റെ ഡെക്കിൽ നിന്ന് എടുത്ത് കടലിലേക്ക് ചാടാൻ മാത്രമാണ്. അദ്ദേഹം എടുത്ത് കടലിൽ ചാടി. പക്ഷെ കടലിലുണ്ടായിരുന്ന പോലീസ് വലയിട്ട് അയാളെ പിടിച്ചു, മുകളിൽ കയറ്റി. അയാൾ ഒരു മുറിക്കകത്ത് ഒരു പൂട്ടിയിട്ടു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അയാളെ വെളിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ, നമ്മളൊക്കെ വെളുത്തെന്ന് വിചാരിച്ചാലും നമ്മൾ യൂറോപ്പിൽ ചെല്ലുമ്പോൾ മഹാകറുപ്പന്മാരാണ്. ഇങ്ങനെ കറുത്ത ഒരാള്, നീളം കുറഞ്ഞ ഒരാള് മറ്റുള്ളവരിൽ സംസാരിക്കുന്നതിനിടയിൽ ഇരിക്കുന്നുണ്ട്. ഇയാൾ അടുത്ത് അയാൾ പറഞ്ഞു, എൻ്റെ പേര് ഗാരി എന്നാണ്. അപ്പൊ ഈ ചെറിയ ആൾ പറഞ്ഞു, ഞാൻ നടരാജനാണ്. കുട്ടികൾ എന്നെ നാട്ടി എന്ന് വിളിക്കും. ഞാൻ നാട്ടി നടരാജൻ. അപ്പൊ ഇയാൾ ചോദിച്ചു, നടരാജ ഗുരുവിന്റെ അടുത്താണ് ഗാരി വന്നിരിക്കുന്നത്. ചോദിച്ചു, മിസ്റ്റർ നാട്ടി, എന്നെ കണ്ടിട്ട് ഭ്രാന്തനാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ നടരാജ ഗുരു പറഞ്ഞു, തോന്നുന്നില്ലല്ലോ. ഈ ലോകം ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭ്രാന്തനാണെന്ന് എല്ലാവരും പറയുന്നു. നടരാജ ഗുരു പറഞ്ഞു, മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയുന്നത് ഭ്രാന്താണെങ്കിൽ ഞാനും ഭ്രാന്തനാണ്, എന്റെ ഗുരുവും ഭ്രാന്തനാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ആരാണ് ഗുരു? അദ്ദേഹം എന്താണ് പറഞ്ഞത്? എന്റെ ഗുരു പറഞ്ഞത്, മനുഷ്യരൊരു സമുദായമാണ്, ഏകലോകമാണ്. അപ്പൊ ഭ്രാന്തില്ലാത്ത രണ്ടുപേരിപ്പോ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. ഗുരു പറഞ്ഞു, നമ്മൾ മാത്രം അങ്ങനെ പറഞ്ഞാൽ പോരാ, നമുക്ക് ഭ്രാന്തുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ നമുക്ക് ഭ്രാന്തില്ല, ഒന്നാണെന്ന് പറയുന്നത് ഭ്രാന്തല്ല എന്ന് അവർക്ക് ബോധ്യം വരുത്തുന്ന തത്വചിന്തയും കൂടെ നാം പറഞ്ഞു കൊടുക്കണം. തന്ത്രത്തിൽപ്പെടരുത്, സ്വതന്ത്രന്മാരായിരിക്കണം, സത്യവാന്മാരായി നമുക്ക് അറിയുന്ന സത്യം നമുക്ക് തുറന്നു പറയാനുള്ള അവസരം വേണം. അപ്പൊ രണ്ടുപേർക്കും ഒരേമാതിരി അവർക്ക് മനസ്സിലായ സത്യം പറയാനും പകരാനും സൗകര്യമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് സമതയുണ്ട്. ആ സമത എല്ലാവരും സ്വതന്ത്രന്മാരാണ്. നമുക്കിങ്ങനെ പറഞ്ഞാലോ, ഒരു മനുഷ്യ കുടുംബം അവരനുഭവിക്കുന്ന ഒരേ ഒരു നീതി, ശരി, നല്ലത്. ആ നീതിയെ അളക്കാനുള്ള ഒരളവ് പോലെ ശരി, അങ്ങനെ തന്നെയാണ്. എന്നാൽ നമുക്ക് ഈ 3 വെച്ചുകൊണ്ട് മനുഷ്യവർഗത്തെ മുഴുവനും നയിക്കുന്നതായിട്ടുള്ള ഒരു സാമൂഹ്യ തന്ത്രം ഉണ്ടാക്കിയാലോ? ഗുരു പറഞ്ഞു, വളരെ നല്ലത്. അതിനെ നാം എന്ത് വിളിക്കണം? സ്വതന്ത്ര ജനതയുടെ സ്വതന്ത്ര ഗവൺമെന്റ്, സ്വതന്ത്ര സർക്കാർ എന്ന് വിളിക്കണം. സർക്കാർ എന്ന് പറയുമ്പോൾ അതിന് സൈന്യവും പാർലമെന്റും ഇലക്ഷനും ഒക്കെ വേണ്ടേ? വേണ്ട. പിന്നെ എങ്ങനെയാണ്? അപ്പൊ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ സന്തോഷിക്കുന്നെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ സന്തോഷിക്കുന്നത്? അല്ല. എന്നാൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ട് സന്തോഷിക്കുന്നതിൽ വേറൊരാൾ സന്തോഷിക്കുകയും അതിരിക്കുന്ന എടുത്തു മാറ്റി അയാൾ ദുഃഖിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളത് എടുത്തു മാറ്റാൻ പാടുണ്ടോ? അയാൾക്കും എനിക്കും അത് ഒരുപോലെ പ്രിയമാണെങ്കിൽ അയാളുടെ പ്രിയത്തെ ഞാൻ തടയാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ കൈ അങ്ങോട്ട് നീണ്ടുപോയാലും നിങ്ങൾ ആ കൈ കൊണ്ട് ആ പൂവിനെ നുള്ളിയെടുക്കാതെ, അല്ലെങ്കിൽ ആ കാണുന്ന രത്നത്തെ എടുക്കാതെ കൈ പിൻവലിക്കുകയില്ലേ? പിൻവലിക്കും.
അപ്പോൾ നിങ്ങളുടെ പെരുമാറ്റങ്ങളെ ഭരിക്കുന്ന ആരാ? ഞാൻ തന്നെ. അപ്പൊ എന്റെ ലോകത്ത് ഞാൻ ജീവിക്കുമ്പോൾ തന്നെ എന്റെ ലോകത്തിൽ എപ്രകാരം ജീവിക്കണമെന്നുള്ള തീരുമാനം ഞാൻ തന്നെ എടുക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഗവൺമെന്റ് ആരുടെയാണ്? ഞാൻ തന്നെ എന്റെ ഗവൺമെന്റ്, ഞാൻ തന്നെ എന്റെ ലോകം, ഞാൻ തന്നെ എന്റെ ഗവൺമെന്റ്. പോകട്ടെ, നിങ്ങളൊരു കുടുംബത്തിലെ അംഗമായിരുന്നില്ലേ? അവിടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അവർക്കുണ്ടായ കുഞ്ഞുങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്ന ആ കുടുംബത്തിൽ ചെറിയ കുഞ്ഞിന് ജോലി ചെയ്ത് ആഹാരം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞിനെ കാലത്ത് കാണുമ്പോൾ, നിങ്ങൾ ചായ കുടിക്കാനിരിക്കുമ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനെയും കണ്ടാൽ ആ കുഞ്ഞിനും കൂടെ ആഹാരം കൊടുക്കണമെന്ന് തോന്നുകയില്ലേ? നിശ്ചയമായിട്ടും തോന്നും. അപ്പോൾ വെറും ഒറ്റയ്ക്കൊരാളുടെ ജീവിതമല്ല, ഒരു കൂട്ടുജീവിതം നമ്മൾ ചെയ്യുമ്പോഴും ആ കൂട്ടുജീവിതത്തിൽ ഓരോരുത്തരും അവരുടെ ഉണ്മയെ വേറൊരാളുടെ ഉണ്മയിൽ ഇപ്രകാരം കലർത്താമോ എന്ന് മനസ്സിലാക്കി അപ്രകാരം കലർത്തുന്നതിനുള്ള ഒരു തത്വാവിഷ്കാരം ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വെറും ഒരു വ്യവസ്ഥയല്ല. നാം നമ്മെ തന്നെ ഏതൊരു വ്യവസ്ഥയ്ക്ക് വിധേയമാക്കുന്നു, ആ വ്യവസ്ഥ തന്നെ ആ കുടുംബത്തിലുള്ള അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും സഹോദരങ്ങളുടെ മക്കളെയും അച്ഛനമ്മമാരുടെ അച്ഛനമ്മമാരെയും എല്ലാം നമുക്ക് ആ സമൂഹത്തിൽ നമ്മുടെ ഒരു ഭാഗമായിട്ട് തന്നെ സമ്മേളിപ്പിച്ച് ഏവർക്കും ഗുണം ചെയ്യത്തക്കോടും പെരുമാറാം. അതിനെപ്പറ്റിയാണ് നാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത്. പ്രിയം അപരൻ്റെതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം. മനുഷ്യനൊന്നിച്ച് ജീവിക്കുമ്പോൾ ഒരുവന്റെ പ്രിയം തന്നെ, എന്റെ പ്രിയം തന്നെ നിങ്ങളുടെയും പ്രിയമായിരിക്കണം എന്ന് എനിക്ക് മനസ്സിലാവണം. നിങ്ങളുടെ പ്രിയത്തെ ആദ്യം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി വരുമ്പോൾ എനിക്ക് അതിനെയും സന്തോഷത്തോടെ സമ്മതിക്കുവാൻ കഴിയും. ഞാനതെന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ പകർത്തിയില്ലെന്ന് വരാം, എന്നാലും നിങ്ങളെ ഞാൻ എതിർക്കുകയില്ല. അപ്പൊ ഇങ്ങനെ അവനവന്റെ ജീവിതത്തിൽ അവനവൻ തന്നെ ആ ജീവിതത്തെ ഭരിക്കുമ്പോൾ എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കണം, എവിടെയെല്ലാം സമ്മതം പറയണം, എവിടെയൊക്കെയാണ് സ്വാനുഭവത്തിലിരിക്കുന്നതായ ശരിയെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുന്നത്, ഇതെല്ലാം പറഞ്ഞു വന്നപ്പോൾ ഓരോ വീടും ഓരോ ഗവൺമെന്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ഈ വീട്ടുകാരനും അടുത്ത വീട്ടുകാരനും, ഒരാൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന മറ്റൊരു മതത്തിൽ, ഒരാൾ ഒരു പ്രത്യേക തരത്തിൽ ആരാധന സ്ഥലത്ത് പോകുന്നു, ഇനി ഒരാൾ വേറെ തരത്തിലുള്ള ആരാധന സ്ഥലത്ത് പോകുന്നു. എന്നാലും ഒരുത്തൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ വേറൊരുവൻ കാല് മടക്കിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതും പ്രാർത്ഥനയാണ്, ഇതും പ്രാർത്ഥനയാണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരുവൻ ദൈവനാമത്തെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ വേറൊരാൾ വേറെ ഒരു ഭാഷയിൽ അതേ ദൈവനാമത്തെ തന്നെ, അതേ ദൈവത്തിന്റെ വേറൊരു നാമത്തെ വാഴ്ത്തുന്നുണ്ടല്ലോ. രണ്ടുപേർക്കും തോന്നുന്നില്ലേ മഹനീയമായ ഒരു കർമ്മമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിനെ നാം അലങ്കോലപ്പെടുത്തരുതെന്ന് തോന്നും. അങ്ങനെ മനുഷ്യനും തമ്മിൽ എല്ലാ വിഷയത്തിലും രഞ്ജനമുണ്ടാക്കുവാൻ പോരുന്നത് എന്റെ ഹൃദയത്തിന്റെ ചില വീഴ്ചകൾ നിങ്ങളുടെ ഹൃദയത്തിലെ വീഴ്ചകൾക്ക് തുല്യമായിരിക്കും. ഞാൻ കണ്ട മരത്തിലെ ഇലകൾ എനിക്ക് മഞ്ഞയായതുപോലെ നിങ്ങൾക്ക് മഞ്ഞയായിരിക്കുന്നത് പോലെ എന്റെ ചില അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നതായിട്ടുള്ള സഹജമായ ആനന്ദം നിങ്ങളുടെ ചില അനുഭവങ്ങൾ നിങ്ങൾക്കും സഹജമായിരിക്കുന്നതുകൊണ്ട് നമുക്കത് അന്യോന്യം പങ്കുവയ്ക്കാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ ഇന്ന അനുഭവിക്കുന്നു എന്ന് പറയുകയും ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അതേപ്പറ്റി ഒരു കവിത എഴുതിയാൽ അത് ഏത് ഭാഷയിലുള്ള കവിതയാണെങ്കിലും ഭാഷ നമുക്ക് വിരോധമായിട്ട് വരുന്നില്ല. അതിനെ ആശയത്തിലേക്ക് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് എഴുതിയ കവിതകൾ എൻ്റെ കണ്ണിലും കണ്ണുനീരും കൊണ്ടുവരും. നിങ്ങളുടെ ഹൃദയത്തിൽ ആഹ്ലാദം ഉണ്ടാക്കിയ വരികൾ വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനും ആഹ്ലാദം ഉണ്ടാകും.
ഇങ്ങനെ നമുക്ക് നമ്മുടെ കലയിൽ കൂടി, നമ്മുടെ സാഹിത്യത്തിൽ കൂടി, നമ്മുടെ ചിന്താധാരയിൽ കൂടി ലോകത്തിന് പൊതുവായിരിക്കുന്നതായ ഒരു ആനന്ദത്തെ കണ്ടെത്തുവാൻ കഴിയുമെങ്കിൽ നാം എന്തിനതിനെ നഷ്ടപ്പെടുത്തണം? ഇതേപ്പറ്റി ഞാൻ കുറെ ചിന്തിക്കാൻ ഗുരുവിന്റെ ഒരു വാക്യം, പല മതസാരവും ഏകമാണ്. പല മതസാരവും ഏകം. ആദ്യം എനിക്കത് ശരിയാണെന്ന് തോന്നിയില്ല. നമ്മൾ പള്ളിയിൽ മുസ്ലിം മസ്ജിദിൽ പോയി പ്രാർത്ഥന സമയത്ത് 500-1000 ആളുകൾ മുട്ടുകുത്തി തല തറയിൽ തൊട്ടുകൊണ്ട് ചൊല്ലുന്ന വാക്കുകളും, പള്ളിയിൽ ക്രിസ്ത്യാനി പള്ളിയിൽ പോയി അവിടുത്തെ ആൾത്താരയിൽ നിൽക്കുന്നതായ പുരോഹിതൻ പാടിക്കൊടുക്കുന്ന പാട്ട് എല്ലാവരും കൂടെ പാടുകയും അവർ കൂടെ കൂടെ ഇരിക്കുകയും പിന്നെ എണീക്കുകയും ആകാശത്തിലേക്ക് നോക്കുകയും സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണേ ഇങ്ങനെ പറയുന്നത് പോലെ അല്ലല്ലോ നാം ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടെ നട തുറക്കുമ്പോൾ ഭക്തി പാരവേശ്യത്തോടുകൂടി ആളിൽ നിന്ന് ഗുരുവായൂരപ്പ 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 എന്ന് പറയുന്നത് അതുപോലെ അല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ പറയാം പല മതസാരവും ഏകമെന്ന്? അപ്പോൾ നാം അത് പറയുന്നത് വരുന്നാണ്. കുറച്ചു കഴിയുമ്പോൾ നമുക്കറിയാം മസ്ജിദിൽ പോവുകയും നമസ്കരിക്കുകയും ഖുർആനിൽ വിശ്വസിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്ന എൻ്റെ സുഹൃത്തിനോട് ഞാൻ അദ്ദേഹത്തിന്റെ ആത്മീയമായ അനുഭവത്തെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ദൈവസ്നേഹത്തെ പറ്റി ഓർത്ത് അദ്ദേഹം വിതുമ്പുന്നു. അദ്ദേഹം പറയുന്നു, നമുക്കൊരു മനുഷ്യ കൂട്ടുകാരനെ കിട്ടുകയും നമ്മുടെ കൈ പിടിച്ച് നടക്കുവാനും ആ കൂട്ടുകാരൻ കാണിക്കുകയും നമ്മൾ പറയുന്ന നല്ല വാക്കുകളിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമ്പോൾ എത്ര സന്തോഷമാണ്. എന്നാൽ നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മോടൊപ്പം ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുന്ന ഈശ്വരനെ തന്നെ നമുക്ക് കൂട്ടുകാരനായി കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു ധന്യതയുണ്ടോ? അപ്പൊ ഏത് ഈശ്വരൻ എന്നല്ല ഞാൻ ചോദിക്കേണ്ടത്. അയാളുടെ ഹൃദയത്തിൽ ഈശ്വരൻ സ്പർശിച്ച് നിൽക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിലും ഈശ്വരന്റെ ആഹ്ലാദം ഞാൻ കണ്ടെത്തുന്നുണ്ടോ? കണ്ടെത്തുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കണ്ടെത്തിയ ഈശ്വരന്റെ പടം വരച്ചു വെച്ചാൽ വേറെ പോലെ തോന്നിയേക്കും. പക്ഷെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന ആനന്ദത്തിന് യാതൊരു വ്യത്യാസമില്ല. ഓപ്പാ, മസ്ജിദാണോ, മന്ദിരമാണോ, രാമനാണോ, റഹീമാണോ എന്നല്ല നമ്മെ കൊണ്ട് ചിന്തിപ്പിക്കേണ്ടത്. കണ്ണുനീര് വന്നോ? ദൈവം എന്ന് വിചാരിച്ചപ്പോൾ കണ്ണുനീര് വന്നോ? ആ വാക്ക് മുഴുവൻ പറയാൻ കഴിയുന്നതിന് നമ്മുടെ ചുണ്ട് വിറച്ചു പോകുന്നു, കണ്ഠ ഉടറിപ്പോകുന്നു എങ്കിൽ നാം ഒരു മതസാരം തന്നെയാണ് അനുഭവിക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത മാതിരി മുൻവിധികൾ കൊണ്ട് കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മുടെ മനസ്സിനെ എല്ലാം ഓരോ തുറുങ്കുകളിലാക്കി വെച്ചിരിക്കുകയാണ്. ആ തുറുങ്കുകളിൽ കിടക്കുന്ന കുട്ടിക്കാലം തൊട്ടുള്ള നമ്മുടെ മനസ്സിനെ പുറത്തു കൊണ്ടുവന്ന സ്വതന്ത്രമായ ഒരു വലിയ സത്യലോകത്തിലേക്ക് നമ്മെ ആനയിക്കുവാൻ കഴിയുമെങ്കിൽ അത് വന്നത് ഇസ്ലാമിൽ കൂടി ആയാലും വേദത്തിൽ കൂടി ആയാലും ബൈബിളിൽ കൂടി ആയാലും നാം ആനന്ദിക്കുകയില്ലേ? ദൈവം എനിക്ക് എന്നേക്കുമായി കൂട്ടുകാരനായി വന്നു.
ഞാൻ ഈയിടെ റൂമിയുടെ കഥകൾ ചിലത് തർജ്ജമ ചെയ്യായിരുന്നു. അതിനകത്ത് അത് വിശുദ്ധ ഖുർആനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ കഥകളാണ്. അതിലൊന്നിൽ അല്ലാഹു പറയുന്നു, നിന്നെ ഞാൻ പരീക്ഷിക്കും, നിന്നെ ഞാൻ ചിലപ്പോൾ ബോധപൂർവം തന്നെ പരീക്ഷിക്കും, നിന്നെ ഞാൻ ദൂരങ്ങളിലേക്ക് ഓടിക്കുമ്പോൾ നീ എനിക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും എന്റെ നിർബന്ധം കൊണ്ട് നീ ഓടും. അപ്പോൾ നിനക്കൊരു കാര്യം കാണാൻ കഴിയും, നിന്റെ തോളിൽ 2 വിരലുകൾ തൊട്ടിരിക്കുന്നു. അത് വേറെ ആരുടെയല്ല, എന്റെ തന്നെ, അല്ലാഹുവിന്റെ തന്നെ. നിന്നെ ഓടിച്ചുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഓടുകയാണ്. അല്ല, ഞാൻ നിന്നെ ഓടിക്കാൻ ഒരു യജമാനൻ ഒരു അടിമയെ കൊണ്ട് ചെയ്യിക്കുന്നവരെ ചെയ്യിക്കാനത് ചെയ്യുന്നത്. നീ ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്യണം, നീ അറിയുന്നതൊക്കെ ഞാനും അറിയണം, നിന്റെ വേദനയിൽ ഞാനും പങ്കാളിയായിരിക്കണം. അങ്ങനെ ഒരു കൂട്ടുകാരനാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ അതേത് മതത്തിന്റെ നാം എന്തിനാ അന്വേഷിക്കുന്നത്? ഇങ്ങനെയാണ് ഒരു ഏകലോകം ഉണ്ടാക്കാം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ തുറുങ്കിൽ കടന്നുപോയ നമ്മുടെ കുഞ്ഞു മനസ്സ് അത് കിടന്ന് മുരടിച്ചു പോയില്ലേ, അതിനിയും ഒരു പുനരുത്ഥാനം ഉണ്ടാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ 2 പുസ്തകങ്ങൾ താരതമ്യ പഠനത്തിനായിട്ടെടുത്തു. ഒന്ന് ജയദേവന്റെ ഗീതഗോവിന്ദം. ജയദേവന്റെ ഗീതഗോവിന്ദത്തിൽ രാധ കൃഷ്ണനെ സ്നേഹിക്കുകയാണ്, കൃഷ്ണൻ രാധയെ സ്നേഹിക്കുകയാണ്. പക്ഷെ അവരുടെ ഇടയിൽ സ്നേഹത്തിൻ്റെതായ പല കടന്തൽക്കുത്തലും ഉണ്ടാകുന്നു, വേദനിക്കുന്നു, വിരഹദുഃഖം ഉണ്ടാകുന്നു. വേറെ ഒരു പുസ്തകമാണ് സെന്റ് ജോൺ ഓഫ് ദ ക്രോസ്, ക്രൂശിന്റെ യോഹന്നാൻ എഴുതിയിട്ടുള്ള ആത്മാവിന്റെ ഇരുണ്ട രാത്രികളിലും കാൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ സങ്കീർത്തനത്തിന്റെ സങ്കീർത്തനം. അതിൽ കമിതാവായിരിക്കുന്നത് സെന്റ് ജോൺ ആണ്. പുരുഷനായിട്ടല്ല, സെന്റ് ജോൺ സ്വയം താൻ രാധയുടെ സ്ഥാനത്ത് എങ്ങനെ നിന്നാൽ എങ്ങനെയായിരിക്കും കൃഷ്ണനെ കാണുന്നത്, അതുപോലെ താൻ ഒരു സ്ത്രീയായി, ഒരു കാമുകിയായി നിന്ന് ക്രിസ്തുവിനെയാണ് കാണുന്നതെങ്കിൽ ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം തനിക്ക് എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും? സാധാരണക്കാർ ഒരാളിനെ മാത്രം കാണുമ്പോൾ ആൾ ദൈവം തന്നെയാണെന്നും ആ ദൈവം സ്നേഹം തന്നെയാണെന്നും ആ സ്നേഹത്തിന് നമ്മുടെ അണുവിലേക്കും പ്രവേശിക്കുവാൻ കഴിയുമെന്നും വിശ്വസിക്കുന്ന സെന്റ് ജോൺ എഴുതിയിരിക്കുന്ന കവിത ഞാൻ വിദ്യാർത്ഥിനികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ രാധാകൃഷ്ണന്മാരുടെ ജീവിതത്തിലെ പ്രേമത്തിന്റെ വിവിധ വശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്റെ ക്ലാസ്സിലിരിക്കുന്നത് ഇന്ത്യക്കാരല്ല, അമേരിക്കക്കാര്, മെക്സിക്കോക്കാര്, ജർമ്മൻകാര്, ഫ്രഞ്ചുകാര്. നമ്മൾ കരയുന്നത് പോലെ തന്നെ അവരും കരയും. ഇന്ത്യക്കാരുടെ ഒരു പുസ്തകം ഒരു സ്പാനിഷുകാരന്റെ പുസ്തകം ചേർത്താണ് നമ്മൾ അവിടെ ഒരു താരതമ്യ പഠനം നടത്തുന്നത്. അതുപോലെ സെന്റ് തെരേസ ഓഫ് ആവലോൺ, തെരേസയുടെ പുസ്തകം ഇന്റീരിയർ കാസിൽ എന്ന് പറയും. ശങ്കരാചാര്യർ എഴുതിയ സൗന്ദര്യലഹരി. ഇത് രണ്ടും എടുത്തുകൊണ്ട് പരമമായ ദൈവികതയുടെ ആന്തരികതയിലേക്ക് നാം കടന്നു പോകുമ്പോൾ എങ്ങനെയാണ്, എത്ര പ്രയാസപ്പെട്ട ദുഃഖങ്ങൾ കടന്നിട്ടാണ് ഒരു സൗന്ദര്യത്തിൽ എത്തിച്ചേരുന്നത്? ഒന്ന് സൗന്ദര്യലഹരി, വേറെ ഒന്ന് ഇന്റീരിയർ കാസിൽ. അതെഴുതിയിരിക്കുന്ന ഒരു സ്ത്രീയാണ്, സെന്റ് തെരേസ ഓഫ് ആവിലോൺ. ആ അനുഭവങ്ങൾ നോക്കുമ്പോൾ ഈ മനുഷ്യവർഗം ഒന്നായിത്തീരുന്ന ചില സന്ദർഭങ്ങളുണ്ടല്ലോ. ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ സാഹിത്യ രംഗത്ത് നിന്നുകൊണ്ട് കവിത പഠിപ്പിക്കുന്ന ഒരു
ഞാൻ കാളിദാസന്റെ മേഘദൂതം, കുമാരസംഭവം, ശാകുന്തളവും ആ വിദ്യാർത്ഥികൾക്ക് എന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സംസ്കൃതമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ്. പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്നവര് ഫ്രഞ്ചോ ജർമ്മനോ സ്പാനിഷോ അറിയുന്നവരാണ്. തൽക്കാലത്തേക്ക് അവരവരുടെ ഭാഷയെല്ലാം മറന്നുപോകും. ഹൃദയത്തിന്റെ ആ സ്നേഹം മാത്രം മനസ്സിലാക്കുന്നു. അപ്പോൾ നാം ഒന്നായി പോകും. ഇങ്ങനെ എല്ലാ മതത്തിന്റെയും എല്ലാ ഭാഷയുടെയും ഹൃദയസ്ഥാനത്തിരിക്കുന്ന നന്മയെ നമുക്ക് കണ്ടെത്തി പങ്കിടാൻ കഴിയുമെങ്കിൽ എന്തിനും നാം ആ സ്വാതന്ത്ര്യത്തെ ഉപേക്ഷിക്കണം? ഏത് ദുരഭിമാനത്തിന്റെ പേരിൽ, ഏത് രാജ്യത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, ഏത് മതത്തോടുള്ള പ്രത്യേക മമത കൊണ്ട് വേണം അത് പറയാതിരിക്കുവാൻ? ഇപ്പൊ ഞാൻ ഈ റൂമിയുടെ കഥകൾ എഴുതിയതിനു ശേഷം മിക്കവാറും എല്ലാ ദിവസവും ആ പുസ്തകത്തിന് വേണ്ടി ആരെങ്കിലും ചോദിക്കും. അതിന്റെ പണമല്ല പ്രധാനം. ഒരു പുസ്തകം ചോദിച്ചാൽ ഇതിന് ഇത്ര രൂപയാണ്, അത് നിങ്ങൾ അയച്ചു തരുമ്പോൾ ഞാൻ തരാമെന്നല്ല ഞാൻ പറയുന്നത്. കത്ത് വന്നാൽ ഉടൻ തന്നെ അടുത്ത പുസ്തകം ഞാൻ ആ പുസ്തകം അയച്ചു കൊടുക്കും. എന്തുകൊണ്ട് ഞാൻ ആ പുസ്തകം വെറുതെ അങ്ങനെ അയച്ചു കൊടുക്കുന്നു? ചിലർ ഒരു മാസം കഴിയുമ്പോൾ അവർക്ക് തോന്നും, ഞാൻ ആ പുസ്തകം വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾ അയച്ചല്ലോ, അതിന്റെ വില അയക്കണം. പക്ഷെ വില അയക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ഒരു 3-4 പുസ്തകത്തിനുള്ള വില ഒന്നിച്ചായിരിക്കും അയക്കുന്നത്. കുറെ അധികം പേര് അങ്ങനെ ചിന്തിച്ചില്ലെന്ന് ഒരു ഇതൊന്നും ഒരു നഷ്ടമില്ല. ഒരു ഹൃദയത്തിന് വേറെ ഹൃദയത്തിലേക്ക് തന്റെ ഹൃദയത്തിന്റെ ആനന്ദത്തെ വീഴ്ത്തി കൊടുക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനം. ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലും വെച്ച് ഏറ്റവും അധികം ജനങ്ങളെ ആകർഷിച്ചത് റൂമിയുടെ കഥയാണ്. റൂമിയുടെ കഥ പേർഷ്യൻ ഭാഷയിൽ പറഞ്ഞ ഖുറാനിന്റെ കഥ തന്നെയാണ്, വേറെ തരത്തിലാണെന്ന് മാത്രം. പക്ഷെ നമുക്കതൊരു മതമാണെന്ന് തോന്നുകയില്ല. അതിനകത്ത് നല്ലവരെ പറ്റിയുണ്ട്, നല്ലതല്ലാത്തവരെ പറ്റിയുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന വിശ്വാസം പോലെയല്ല. പ്രവാചകന്റെ കാലത്ത് തന്നെ മരിച്ചു പോയവരാണ് ഉമറും അലിയൊക്കെ. എന്നാൽ അവരെയെല്ലാം ഈ കഥയിൽ ഓരോ നിഴൽ രൂപത്തിൽ കൊണ്ടുവന്ന് പിന്നെയും അവരുടെ അധ്യാത്മ ജീവിതത്തിന്റെ മഹിമയെ മറ്റു ജനങ്ങളിലേക്ക് സംക്രമിപ്പിക്കുന്ന കാണുമ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കും ഹിന്ദുക്കൾ മാത്രമേ ഉള്ളായിരിക്കും പുനർജന്മമെന്നും ആത്മാവെന്നും ഒക്കെ വിശ്വസിക്കുന്നതല്ല. എല്ലാവർക്കും അതുണ്ടായി അങ്ങനെ വിശ്വസിച്ചാലേ ഒക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു നല്ല കഥയുണ്ട്. റോമിലെ പരമാധികാരിയുടെ മന്ത്രി ഉമറിനെ കാണാനായിട്ട് വരുന്നു. അതിനു മുമ്പ് തന്നെ ഉമർ മരിച്ചുപോയിരിക്കുന്നു. ഉമറിന്റെ ആത്മസ്വരൂപം എന്നാലും മനുഷ്യരുടെ ഇടയിൽ മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് കഴിയുന്നു. ഇപ്പൊ ഇയാൾ വിചാരിച്ച് ഏതോ വലിയ കൊട്ടാരത്തിൽ ഉമർ വലിയ സന്തോഷവാനായി കഴിയുകയായിരിക്കും. ഉമറുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു അവിടെ ഓരോരുത്തരോടും ചോദിച്ചു ഉമറിന്റെ കൊട്ടാരം ഏത്? അപ്പൊ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, ഉമറിന്റെ കൊട്ടാരമാണ് നിങ്ങൾ അന്വേഷിക്കെങ്കിൽ അങ്ങനെ ഒരു കൊട്ടാരമില്ല. ഉമർ ജീവിക്കുന്നത് പാദം നോക്കുക, കാരമരത്തിന്റെ ചുവട്ടിൽ ഒരു നിഴല് കടന്നുറങ്ങുന്നില്ലേ, അത് തന്നെയാണ് ഉമർ. ഇയാൾക്ക് അത്ഭുതമായി. വിശ്വാസികളുടെ ഏറ്റവും വലിയ നേതാവ് ഒരു നിഴലായിട്ട് വന്ന് ഒരു കാരമരത്തിന്റെ കീഴിൽ കിടന്നുറങ്ങുന്നു. അടുത്ത് ചെന്നപ്പോഴേക്കും ഈ വലിയ സേനാനിയുടെ കാൽമുട്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി, അയാളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, ഞാൻ എത്രയോ വലിയ യുദ്ധങ്ങളിൽ പങ്കെടുത്തവനാണ്, എന്നാൽ ഈ നിഴലിനെ കാണുമ്പോൾ എന്തുകൊണ്ട് എന്റെ കാല് വിറച്ചു പോകുന്നു, എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു, എനിക്ക് സംസാരിക്കാൻ കഴിയാതെ എനിക്ക് കർക്കടം വന്നു പോകുന്നു. ഇവിടെയാണ് നാം മതത്തിന്റെ അതിർത്തി രേഖകളെല്ലാം വിട്ട് ശുദ്ധമായ ആത്മാവിന്റെ മഹാനികേതനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനും ഒരു മതത്തിൽ നിന്ന് മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കാം? ഞാൻ ഭഗവത്ഗീത സ്വാധ്യായം
പല പ്രാവശ്യം വ്യാഖ്യാനിക്കുകയും അവസാനം ഇംഗ്ലീഷിലും മലയാളത്തിലും ആധികാരികമായിട്ട് അത് എഴുതി പ്രസന്റ് ചെയ്യുകയും ചെയ്തു. 10,000 പേജിലധികം ഉണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്ത് 3 വാല്യങ്ങളായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി അത് പ്രസിദ്ധം ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് വാങ്ങി ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലകളുടെയും ലൈബ്രറിക്ക് അയച്ചു കൊടുത്തു. അതെല്ലാം എന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. എന്നാൽ അതേ സമയത്ത് ശലോമോന്റെ സംഗീതം വായിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ, ശലോമോന്റെ സംഗീതത്തിൽ എനിക്ക് ആനന്ദം കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് എന്തോ തകരാറുണ്ട്. ക്രൂസിന്റെ യോഹന്നാൻ പറയുന്നതായിട്ടുള്ള ദൈവസ്നേഹത്തെ പറ്റി എനിക്ക് അനുഭവിക്കാൻ കഴിയില്ലെങ്കിൽ എന്തോ തകരാറുണ്ട്. അപ്പൊ അത് ഞാൻ മലയാളത്തിൽ എഴുതി, അതിന്റെ തന്നെ ഒരു ഭാവാവിഷ്കാരം ഇംഗ്ലീഷിൽ എഴുതി. അത് തന്നെ ഞാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ എവിടെ ഏതൊരു വാക്ക് പറയുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു സ്പന്ദം നിന്നു പോകുന്ന ഒരു തോന്നിയത്. എൻ്റെ വിദ്യാർത്ഥിനികൾക്കും അത് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട്. എവിടെ എൻ്റെ കണ്ണ് നിറഞ്ഞു തൂകിയിട്ടുണ്ടോ അവിടെ അവരുടെയും കണ്ണ് നിറഞ്ഞു തൂകിയിട്ടുണ്ട്. നമുക്കാർക്കും പരിചയമില്ലാത്ത ഒരു ലോകത്തിലെ ഏതോ ചില കഥാവസ്തുക്കളെ എടുത്തുകൊണ്ടാണ് നാം ഈ വർണ്ണനയൊക്കെ നടത്തുന്നത്. വിക്ടർ ഹ്യൂഗോയുടെ ഒരു കഥയുണ്ട്. കഥയല്ല, അദ്ദേഹത്തിന്റെ മകളുടെ കുഞ്ഞ്. അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ വിക്ടർ ഹ്യൂഗോ ആ കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ പോകും. ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന ദിവസവും കുഞ്ഞിനോട് കഥ പറയും. അപ്പോഴൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഉണ്ടായി. ഒരു ദിവസം കുഞ്ഞിന് കാലത്തെ ശല്യം ഒന്ന് മരിച്ചുപോയി. അതിനെ പള്ളിയിൽ കൊണ്ട് അടക്കിയിട്ട് പതിയെ പോലെ അന്നും വൈകിട്ട് ആ മരത്തിനടുത്തേക്ക് തന്നെ നടന്നുപോയി. കയ്യിലെന്തോ ഒന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ചെറിയ കുഞ്ഞു മോള് വിരലിൽ പിടിച്ചിരിക്കുന്നിടത്ത് തണുപ്പ്, ആ കുഞ്ഞിന്റെ നഷ്ടം. അവിടെ ചെന്ന് താൻ മരച്ചോട്ടിലിരുന്ന് കൈകൊണ്ട് ഇങ്ങനെ തപ്പിയപ്പോൾ ഒരുപാട് പൂമൊട്ടുകൾ തറയിൽ കിടക്കുന്നു, വിരിഞ്ഞിട്ടില്ലാത്ത പൂവുകൾ. അതിലൊരു പൂമൊട്ടെടുത്ത് നോക്കിയപ്പോൾ കരച്ചിൽ വന്നു. വിക്ടർ ഹ്യൂഗോ പറഞ്ഞു, ദൈവമേ, നിനക്ക് എത്ര ആയിരം മരങ്ങൾ, ഓരോ മരത്തിലും എത്ര കോടി പൂക്കൾ. അതിലൊന്നു കാലമെത്തുന്നതിന് മുമ്പ് കരിഞ്ഞ് താഴെ വീണു പോയാൽ നിനക്കത് സാരമില്ല. നിനക്കിനിയും 1000 ആരാമങ്ങളിൽ പൂക്കൾ നിറയ്ക്കാം. എന്റെ ദൈവമേ, എന്നെ നോക്കാതെ നിന്റെ തലയൊന്ന് ചിരിക്കൂ. ഞാൻ മനുഷ്യനാണ്, ഞാൻ കരഞ്ഞോളട്ടെ. ഇത് വളരെ ഹൃദയസ്പൃക്കാണ്. അപ്പൊ ഞാനതൊരു പാട്ടായിട്ട് എഴുതി. നിത്യജീവന്റെ ഗീതങ്ങൾ എന്നുള്ളതിനകത്ത് പാട്ട് വേണം. അതൊരു ഈയിടെ ഒരു 17 വയസ്സുകാരനായൊരു കുട്ടി അത് പഠിച്ചുകൊണ്ട് വന്ന് എന്നെ മുമ്പിൽ നിന്ന് അവൻ തന്നെ അത് പാടി. ദൈവമേ, ഞാനും ഒരു മനുഷ്യൻ, നീ നിന്റെ തല അങ്ങോട്ട് തിരിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കണ്ണുനീർ അടക്കാൻ കഴിഞ്ഞില്ല. അവനും കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ആ പാട്ട് പാടുന്നത്. ഇതാരുടെ ഹൃദയത്തെയാണ് സ്പർശിക്കാത്തത്? അവിടെ വെച്ചൊക്കെയാണ് നാം തിരികെ മനുഷ്യരായിത്തീരുന്നത്. ഈ അനുഭവം എത്ര കണ്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കൂടെ പകർത്തി കൊടുക്കുവാൻ ആദ്യമേ തന്നെ ശ്രമിക്കുമോ, അവിടെ നാം വിജയിക്കും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.